കഴുകി വൃത്തിയാക്കി മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് അരമണിക്കൂർ നേരം ഞാൻ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മുന്തിരിങ്ങയാണിത്. അപ്പോൾ നമുക്ക് ഈ മുന്തിരി നന്നായിട്ട് കഴുകി മഞ്ഞൾപ്പൊടിയുടെയും ഉപ്പിൻ്റെ ഇതെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയെടുക്കാം. ഇത് സീഡോട് കൂടിയ മുന്തിരിയാണ്. സീഡ്ലെസ് ആണ് താല്പര്യമെങ്കിൽ അത് ഉപയോഗിക്കാം. 4-5 പ്രാവശ്യം നന്നായി കഴുകിയെടുത്തതാണ്. ഇപ്പോൾ മഞ്ഞൾപ്പൊടിയുടെയും ഉപ്പിൻ്റെ ഇതെല്ലാം നന്നായി പോയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ബൗളിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുന്തിരിങ്ങ മുഴുവനായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് നികക്കെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഓൾറെഡി നല്ല മധുരമുള്ള മുന്തിരിയാണ്. അപ്പോൾ ഞാനിതിലേക്ക് അല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള മുന്തിരിയുടെ മധുരത്തിനനുസരിച്ച് വേണം നിങ്ങൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് സ്റ്റൗവിൽ വയ്ക്കാം. നമുക്ക് ഈ മുന്തിരിയുടെ സ്കിന്നൊന്ന് ജസ്റ്റ് ആ പൾപ്പിൽ നിന്ന് വിട്ട് വരണം. അപ്പോൾ ആ ഒരു കുക്കിംഗ് ടൈം മതി. ഇപ്പോൾ ഇതേ നോക്കിയ സ്കിന്നൊക്കെ ഒന്ന് റിമൂവായി വന്നിട്ടുണ്ട്. എനിക്കിങ്ങനെ ആകാൻ വേണ്ടി ഒരു 4 മിനിറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നോക്കുക, കുക്കിംഗ് ടൈം ആ മുന്തിരിയുടെ ഇതിനനുസരിച്ചിരിക്കും. അപ്പോൾ നമുക്കിത് ഒരു ഐസ് വാട്ടറിലേക്ക് മാറ്റാം. പൾപ്പ് മാത്രം എടുത്ത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുക്കിംഗ് സ്റ്റോപ്പ് ആകാൻ വേണ്ടിയിട്ടാണ്, ആ ചൂടൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇതാക്കുന്നത്. ഇതിപ്പോൾ നോക്കിയേ, ആ സ്കിന്നൊക്കെ ഈസി ആയിട്ട് ഐസ് വാട്ടറിലേക്ക് ഇട്ടപ്പോഴത്തേക്ക് അത് നന്നായിട്ട് അത് റിമൂവായി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ അതിൻ്റെ സ്കിന്ന് മുഴുവനായി റിമൂവ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മുന്തിരി മുഴുവൻ നമ്മൾ സ്കിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സ്കിന്നും നമ്മൾ നേരത്തെ കുക്ക് ചെയ്യാൻ ഉപയോഗിച്ച ആ സ്റ്റോക്ക് ഉണ്ടല്ലോ, ആ മുന്തിരിയിൽ ഒഴിച്ച വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ അത് രണ്ടും കൂടെ നമുക്ക് മിക്സ് ചെയ്ത് ഒന്നുകൂടെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബോയിലാകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ആ ഒരു വെള്ളത്തിൻ്റെ ലെവലാകുന്നത് വരെ നമുക്കത് വെള്ളം വറ്റിച്ചെടുക്കാം. അപ്പോൾ നന്നായി ഇപ്പോൾ അത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് കളറൊക്കെ അതിൽ നിന്ന് ഇറങ്ങിയ സ്കിന്നിൽ നിന്ന് കളറും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു എസൻസും എല്ലാം നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമുക്കിനി അത് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഈ ബൗളിലേക്ക് നമുക്കത് അരിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ ബോൾ ഗ്രേപ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ജ്യൂസും ബോൾ ഗ്രേപ്സും നന്നായി സിങ്കായിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് ഗസ്റ്റിനൊക്കെ കൊടുക്കാം. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ്. ഇടയ്ക്ക് ഇതുപോലെയൊക്കെ നമുക്ക് ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കാം. വീട്ടിലുള്ളവർക്കും ഗസ്റ്റുകൾക്കും ഒക്കെ സെർവ് ചെയ്യാവുന്നതാണ്. അടിപൊളി സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്, ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക്